ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ രാത്രിയിലും ദൈവവചനം ശ്രവിക്കുവാൻ കർത്താവ് നമ്മളെ ഒരുമിച്ച് കൊണ്ടുവന്ന ദൈവിക വിശ്വസ്തതയ്ക്കായി ഒരിക്കൽ കൂടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായമാണ് നാം ധ്യാനിച്ചു കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും തുടർന്നും നാം ചിന്തിച്ചു തുടങ്ങിയെങ്കിലും പരിശുദ്ധാത്മാവ് വളരെ ശക്തിയോടെ എൻ്റെ ഉള്ളിൽ നിയോഗം തന്നതനുസരിച്ച് ആ 1 മുതൽ 4 വരെയുള്ള വാക്കുകൾ ഒരിക്കൽ കൂടെ വായിച്ചിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നപ്പോൾ അവരിൽ എന്താണ് സംഭവിച്ചത് എന്നുകൂടെ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുകയാണ്. ആ വാക്യങ്ങൾ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ആമേൻ. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ശ്രദ്ധിക്കണമേ, അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ഈ അന്യഭാഷയിൽ സംസാരിക്കുക, ഇന്നത്തെ ക്ലാസ് പ്രധാനമായിട്ടും അന്യഭാഷയുടെ ഉപയോഗവും ദുരുപയോഗവുമാണ് നാം മനസ്സിലാക്കുവാനായി പോകുന്നത്. പത്രോസിൻ്റെ ലേഖനം നാം പഠിച്ചപ്പോൾ പ്രധാനമായും അന്യഭാഷ പറഞ്ഞതുകൊണ്ട് എന്താണ് ഗുണമെന്നുള്ള ഒരു ആത്മീയ സത്യങ്ങൾ പല തരത്തിൽ നാം ദൈവസന്നിധിയിൽ മനസ്സിലാക്കുവാനിടയായി. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇനിയും അതിനകത്തൊരു പഠനം നമുക്ക് ആവശ്യമില്ല എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിച്ചത് നിമിത്തമാണ് ഇന്ന് ഞാൻ ഈ ടോപ്പിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, ഇതൊരു തർക്കത്തിനോ വാദത്തിനോ ഉള്ള ക്ലാസ് അല്ല. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, യേശു കർത്താവിൻ്റെ അമ്മയുൾപ്പെടെ കർത്താവ് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ കാത്തിരുന്നു പ്രാർത്ഥിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരെല്ലാവരും അന്യഭാഷ പറഞ്ഞെങ്കിൽ, അവരുടെ നാവിൽ നിന്ന് ഈ ഭാഷ പുറപ്പെട്ടെങ്കിൽ ഇതൊരു നിസ്സാരപ്പെട്ട കാര്യമല്ല. നമുക്ക് അവഗണിക്കേണ്ട ഒരു കാര്യമല്ല. നമുക്കങ്ങനെ അവഗണിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. അപ്പോൾ എന്തോ ഒരു സിഗ്നിഫിക്കൻസ് ഇതിനകത്തുണ്ട്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇത് വാദത്തിനോ തർക്കത്തിനോ വേണ്ടിയുള്ളൊരു പഠനമല്ല. ദൈവകരങ്ങളിൽ ഇന്നു രാത്രി സമർപ്പിക്കപ്പെടുന്നെങ്കിൽ അന്ന് ദൈവത്തിൻ്റെ അഭിഷക്തന്മാരിൽ നിന്ന് പുറപ്പെട്ട ആ നാവിൽ നിന്ന് പുറപ്പെട്ട അന്യഭാഷയെ നമ്മുടെ നാവിൻ്റെ മേലും പകരുവാൻ ദൈവം ശക്തനാ. ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, ദൈവവചനത്തിൻ്റെ ഒരു മർമ്മം ഞാൻ പറയാം. ക്രൂശിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 കള്ളന്മാരുണ്ടായിരുന്നു. ഒരു കള്ളൻ കർത്താവിനെ പരിഹസിച്ചു, ഒരു കള്ളൻ കർത്താവിനെ നിന്ദിച്ചു. എന്നാൽ അപ്പുറത്ത് കിടന്ന കള്ളൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാം, പരിഹസിച്ച കള്ളനെ കർത്താവ് മൈൻഡ് ചെയ്തതേയില്ല. പക്ഷെ നിലവിളിച്ചവനോട് ദൈവത്തിൻ്റെ ആർദ്രത വെളിപ്പെട്ടു. ഈവൻ മരണത്തിൻ്റെ ഏറ്റവും മൂർധന്യമായ അവസ്ഥയിൽ മരണത്തിൻ്റെ കയ്പുനീർ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആ കള്ളൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ഇത് നമുക്കൊരു പാഠമാണ്. കളിയാക്കുന്നവർ, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ കളിയാക്കുന്നവർ നമ്മുടെ മധ്യത്തിൽ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. പരിശുദ്ധാത്മാ സ്നാനത്തിൻ്റെ പ്രഥമവും പ്രത്യക്ഷവുമായ അടയാളം അന്യഭാഷ ഭാഷണമാണെന്ന് ദൈവവചനത്തിൻ്റെ ആധികാരികതയിൽ നമുക്ക് തെളിയിക്കാൻ പറ്റും. എന്നാൽ ഈ കാലഘട്ടത്തിൽ അന്യഭാഷയെ പരിഹസിക്കുന്നവരുടെ കൂടെ ചിരിക്കുന്നവരും നമ്മുടെ ഇടയിൽ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ആത്മനിറവിലുള്ള ആരാധനയെയും ആത്മീയ ശുശ്രൂഷകളെയും പുച്ഛിച്ച് തരം താഴ്ത്താനുള്ള ഒരു ഗൂഢ നീക്കം പിശാച് ആത്മീയ സമൂഹത്തിൽ കൊണ്ട് ആഴത്തിൽ വേര് ഊന്നി അതിനെ വളർത്തുന്ന കാര്യം നാം മറന്നുപോകരുത്. ആകയാൽ ഈ ആത്മീയ അനുഭവങ്ങളെ പ്രാപിക്കുകയും വളർത്തുകയും ചെയ്യേണ്ടത് സഭയെ സ്നേഹിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ആത്മീയ അനുഭവം ഇല്ലെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ കർത്താവിൻ്റെ ദാസൻ പറയുന്നത് സത്യമാണെങ്കിൽ അത് എൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിച്ചിട്ട് ഇതിനെ കിട്ടിയവർ, ലഭിച്ചവരുണ്ട്. ഇത് അനുഭവിച്ച് ദൈവത്തെ സ്തുതിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായ ഒരു കൂട്ടം ദൈവമക്കൾ നമ്മുടെ മധ്യത്തിലുണ്ട്. എന്നാൽ ഇത് പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്തവരുണ്ട്. ലഭിക്കാതെ വരുമ്പോൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇത് ഇല്ല എന്ന് പറയുന്ന ഒരു പ്രവണതയിലേക്ക് വരാതെ, ആമേൻ, കർത്താവേ, ആമേൻ, ഞാൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്, നീ എന്നെ നിറയ്ക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരെ നിറയ്ക്കുവാൻ ഇന്നു രാത്രിയിലും പരിശുദ്ധാത്മാവ് ശക്തിയുള്ളവനാണ് എന്ന് ശക്തിയുള്ള, ആമേൻ, കരങ്ങളുള്ള, ആമേൻ, ഹറബ ശബ്ദന ദാനഗസിയാന ഹല്ലേലൂയ, നാം ഒന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, ആമേൻ, പരിശുദ്ധാത്മ നിറവിലേക്ക് സഭ പൂർണ്ണമായി മാറ്റപ്പെട്ടാൽ പാതാള ഗോപുരങ്ങൾ നമ്മുടെ സഭയ്ക്ക് മുമ്പിൽ വിറയ്ക്കും. ആത്മീയ ശുശ്രൂഷയ്ക്കെതിരെ പടവാളുയർത്തുന്നത് അന്ധകാര ശക്തികൾ തന്നെയാണ്. അന്ധകാര ശക്തികൾക്കറിയാം, ആമേൻ. അതുകൊണ്ട് തന്നെ ചില മനുഷ്യരെ, ആമേൻ, പിശാച് അതിനുവേണ്ടി ഉപയോഗിക്കുന്നു, ചിലരെ ഉപയോഗിക്കുന്നു. എപ്പോഴും ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ചില ദൈവദാസന്മാരെ ഉപയോഗിക്കാറില്ലേ, നമ്മളെ ബലപ്പെടുത്താൻ, ചിലപ്പോഴൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മളിലേക്ക് രോഗസൗഖ്യത്തെ പകരുവാനൊക്കെ ദൈവദാസന്മാരെ അനുഗ്രഹത്തിനായി ഉപയോഗിക്കുന്ന പോലെ തന്നെ ചില വ്യക്തിത്വങ്ങളെ പിശാച് നമ്മളെ കൺഫ്യൂസ് ചെയ്യാനായിട്ട്, നമ്മൾ അവിശ്വാസത്തെ വിതയ്ക്കുവാനായിട്ട്, ആമേൻ, പലപ്പോഴും ഉപയോഗിക്കാനിടയായിത്തീരും. എപ്പോഴും ശ്രദ്ധിക്കുക. പാസ്റ്റർ കെ എബ്രഹാം എന്ന് പറഞ്ഞ അഭിഷക്തൻ, ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ സ്ഥാപക, ആമേൻ, ശുശ്രൂഷകനായിരുന്ന കർത്താവിന്റെ വിലയേറിയ ദാസൻ, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന അഭിഷക്തനെ ഖണ്ഡിച്ചുകൊണ്ട് അനേകർ പുസ്തകം എഴുതിയത് നമുക്കറിയാം. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നും ആയിരക്കണക്കിന് ദൈവമക്കൾ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാനായി ഇന്നും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം കൊണ്ട് ഈ അനുഭവം നിന്നുപോയി എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ ഇന്ന് ഞാനിത് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ അന്യഭാഷയെ പറ്റി വളരെ ആധികാരികമായി തന്നെ അതൊരു ഡോക്ട്രിൻ പോലെ തന്നെ പറഞ്ഞേക്കുന്നത് വിശുദ്ധ പൗലോസ് ലീഗയാണ്. ഈ 120 പേര് കൂടിയിരുന്നവരുടെ കൂട്ടത്തിൽ, ആമേൻ, പൗലോസ് ലീഗ ഇല്ല, അല്ലേ? പക്ഷെ പൗലോസ് ലീഗ പറയുന്നുണ്ട്, നിങ്ങളെക്കാൾ എല്ലാവരേക്കാൾ കൂടുതൽ അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം 120 പേർക്ക് അല്ലാതെയും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. മാളിക മുറിയിൽ ഇരിക്കാത്ത, ആമേൻ, മാളിക മുറിയിൽ സാന്നിധ്യമില്ലാതിരുന്ന പൗലോസ് ഈ ഭാഷയിൽ സംസാരിക്കണമെങ്കിൽ വെളിപ്പാടുകളുടെ കലവറ പൗലോസിന് വേണ്ടി തുറക്കപ്പെട്ടെങ്കിൽ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ്, വിശുദ്ധ പൗലോസ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ, ദൈവമക്കളെ, അത് നമുക്കൊരു വലിയ ട്രഷറല്ലേ. ഞാനതിനെ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോകാൻ തീരുമാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, സ്കിപ്പ് ചെയ്യരുത്. ചിലരെ ഈ വിശേഷമായ അനുഭവത്താൽ, ഓ ഹല്ലേലൂയ, നിറയ്ക്കുവാൻ, ആ തെറ്റിദ്ധാരണയൊക്കെ ഒന്ന് മാറ്റുവാൻ പരിശുദ്ധാത്മാവിന് ആഗ്രഹമുണ്ട്. ആമേൻ. ഇത് കിട്ടാത്തവർ ആത്മാവിൽ പ്രാർത്ഥിച്ചോ, ദൈവം നിങ്ങളെ നിറയ്ക്കും. ദൈവമക്കളെ, വിമർശന ബുദ്ധിയിലല്ല, തുറന്ന മനസാക്ഷിയിൽ നമുക്ക് ദൈവവചനത്തിലേക്ക് ചെല്ലാം. അന്യഭാഷയെപ്പറ്റി പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വളരെ ജെന്യുവിനായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്, കേട്ടോ. ആമേൻ. 1 കൊരിന്ത്യർ 14-ാം അധ്യായം ഒരു ഫുൾ ചാപ്റ്റർ, എൻറ്റയർ ചാപ്റ്റർ കർത്താവിൻ്റെ അഭിഷക്തൻ പൗലോസ് ലീഗ അന്യഭാഷയെ പറ്റി പറയുക. അതിൻ്റെ 1-ാമത്തെ കാര്യം ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന സംഭവങ്ങൾ മാത്രമല്ല, അന്യഭാഷയെ സംബന്ധിച്ച് വ്യക്തമായ പഠിപ്പിക്കലുകൾ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് നൽകുന്നതിനാൽ അന്യഭാഷ സഭയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് സഭയ്ക്ക് വേണ്ടിയിരുന്ന അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും കൊരിന്ത്യ സഭയോട് പൗലോസ് ലീഗ പറയേണ്ട കാര്യമില്ല. ദൈവമക്കളെ ശ്രദ്ധിക്കണമേ, ദൈവത്തോട് സംസാരിക്കുവാനായി ഭൂമിയിൽ നിൽക്കുന്ന മനുഷ്യന് ദൈവം നൽകിയ സൗഭാഗ്യമാണ് അന്യഭാഷ. അത് സംസാരിക്കുന്നവരോട് ചോദിച്ചു നോക്കണം. 2.5 മണിക്കൂർ മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ 10 മിനിറ്റ് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ അവൻ ഉണ്ടാകുന്ന വിടുതലും ദൈവപ്രവൃത്തിയും അവൻ ദൈവ സാന്നിധ്യത്തിൻ്റെ ആഴവും ഗ്രഹിക്കുന്ന ദൈവമക്കളോട് ചോദിക്കണം. അവൻ അല്ലാതെ ഇത് അവൻ വായ്ക്കുഴച്ചിലല്ല, വായിൽ വരുന്നത് എന്തെങ്കിലും വിളിച്ചു പറയുന്നതല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അത് മനുഷ്യനോടല്ല, അവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ബുദ്ധി അബലമായിരിക്കുന്നു. അവൻ എൻ്റെ
ബ്രെയിൻ വെച്ചിട്ടല്ല, ആരെങ്കിലും പറഞ്ഞ് എന്നെ പഠിപ്പിച്ച ചില വാക്കുകളല്ല ഞാൻ പറയുന്നത്. പ്രത്യുത പരിശുദ്ധാത്മാവിൻ്റെ നാവിന്മേൽ പകരുന്ന ദൈവിക ഭാഷയാണ് ഞാൻ പറയുന്നത്. ആമേൻ. കർത്താവിൻ്റെ ആമേൻ മക്കളെ, നിങ്ങൾ എന്നോട് ചോദിക്കും, പാസ്റ്ററെ എന്തിനാ ഈ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത്? മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് തിരിയത്തില്ലയോ? ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് തിരിയത്തില്ലയോ? ഹിന്ദിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് തിരിയത്തില്ലയോ? തിരിയും ദൈവമക്കളെ. ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ലാംഗ്വേജ് പോലും ഇല്ലായിരുന്നു. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലാംഗ്വേജ് പോലും ഇല്ലാതെ ഗദ്ഗതങ്ങൾ മാത്രം, കണ്ണുനീർച്ചാലുകൾ മാത്രം, ഏങ്ങലടി മാത്രം സ്വർഗത്തിലേക്ക് വിട്ടാലും ആമേൻ, സ്വർഗത്തിലെ സ്കാനിങ് മെഷീൻ അതിനെ സ്കാൻ ചെയ്തിട്ട് കണ്ണുനീരിൻ്റെ ആഴം കണ്ടിട്ട് അതിന് ഉത്തരം തരുന്ന ദൈവം മറന്നു പോകരുത്. യെസ്, കണ്ണുനീരിന് മറുപടി തരുന്നൊരു ദൈവമാണ്. ഏങ്ങലടികൾക്ക് മറുപടി തരുന്നൊരു ദൈവമാണ്. ഭാഷയില്ലാതെ പ്രാർത്ഥിച്ചാലും ദൈവത്തിന് തിരിയും. ഏതൊരു വ്യക്തിയെക്കാട്ടിലും ആഴമായി നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ദൈവകരം. അപ്പോൾ പിന്നെന്തിനാ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത്? ഒറ്റക്കാര്യം ഞാൻ ആത്മാവിൽ പറഞ്ഞു തരാം. ദൈവത്തിനല്ലാതെ ആർക്കും തിരിച്ചറിയാൻ പറ്റാത്തൊരു ഭാഷയാണ് അന്യഭാഷ. മുംബൈ പട്ടണത്തിൻ്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ചുറ്റും നിൽക്കുന്ന 10,000-കണക്കിന് പൈശാചിക മണ്ഡലങ്ങൾക്ക് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന അഗ്നിയുടെ അന്യഭാഷയെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ അപ്പന് മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് താഴ്മയായി പറയുകയാണ്, ആര് നിങ്ങളെ കളിയാക്കിയാലും, ആര് നിങ്ങളെ പരിഹസിച്ചാലും, നിങ്ങളുടെ അന്യഭാഷയിലുള്ള പ്രാർത്ഥന നിങ്ങൾ നിർത്തരുത്. കാരണം ആമേൻ, അത് നിർത്തണമെന്നുള്ളത് പിശാചിൻ്റെ പദ്ധതിയാ. കാരണം നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒന്നും അവന് തിരിയുന്നില്ല. ഓ ഹല്ലേലൂയ! ദൈവത്തിന് മാത്രമേ അതിനെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. Only God can understand your language. ഹല്ലേലൂയ! ദൈവത്തിനും. ചിലർ പറയും, പാസ്റ്ററെ നിങ്ങൾ പറയുന്ന അന്യഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഞങ്ങൾ പറയുന്ന അന്യഭാഷ, നമ്മൾ പറയുന്ന അന്യഭാഷ മനസ്സിലാകാത്തോണ്ടല്ലേ അതിനെ അന്യഭാഷ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ മലയാളമെന്നോ ഇംഗ്ലീഷെന്നോ തമിഴെന്നോ അല്ലേ വിളിക്കേണ്ടത്? അയ്യോ, അത് നമുക്ക് മനസ്സിലാക്കാനുള്ളതല്ലെന്നേ, സ്വർഗത്തിലെ അപ്പന് മനസ്സിലാക്കാനുള്ളതാ. സ്വർഗത്തിലെ അപ്പൻ അതിനെ തിരിച്ചറിഞ്ഞാൽ അതിനെ പരിശുദ്ധാത്മാവ് അതിനെ ഡീകോഡ് ചെയ്ത്, അറിയാമല്ലോ, കോഡിങ്ങും ഡീകോഡിങ്ങും നമുക്കറിയാം. ഡീകോഡ് ചെയ്ത് സ്വർഗത്തിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ വളരെ വേഗം ഭൂമിയിലേക്ക് ദൈവം അയക്കും. സ്തോത്രം. ആർക്കും എന്ന് പറഞ്ഞാൽ പറയുന്നവർക്കും മറ്റുള്ളവർക്കും സാത്താന്യ ശക്തിക്കും ആർക്കും തന്നെ ഈ ഭാഷ തിരിച്ചറിയാൻ പറ്റത്തില്ല. അടുത്തൊരു കാര്യം, എന്തിനാ പാസ്റ്ററെ വെറുതെ മലയാളം ഇത്രയും നല്ല ഭാഷയുള്ളപ്പോൾ? ആമേൻ. ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാമെന്നു. when I'm fluent in English, I can preach and I can sing and I can pray in English. പക്ഷെ പാസ്റ്റർ എന്തിനാ ഇത്ര നിർബന്ധം പിടിക്കുന്നത്? ഞാൻ ആത്മാവിൽ പറയട്ടെ, കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 14:4 മറന്നു പോകരുത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അവൻ തന്നെത്താൻ ആത്മീയ വർധന വരുത്തുന്നു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്തുവാ? ആത്മീയ വർധന ഉണ്ടാകുന്നു. വെറുതെയാണോ? ഇതിൻ്റെ ഓരോ പോയിന്റ് ഞാൻ പറയുമ്പം നിങ്ങൾക്ക് തിരിച്ചറിയും പിശാച് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയെ കളിയാക്കി പിന്തിരിപ്പിക്കുന്നതെന്ന്. നമ്മളെ ചിലരുണ്ട്, ഈ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവരെ അറപ്പിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന അന്യഭാഷ കറക്റ്റ് അല്ലെന്ന് പറയും. അല്ലെ ഹൃദയത്തിൽ സംശയം കൊണ്ടുവരും. ആമേൻ. വിശ്വാസികൾ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്ന് അപ്പോസ്തലന്റെ ആഗ്രഹമെന്ന് ഈ വാക്കുകൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അന്യഭാഷയിൽ സംസാരിക്കുന്നവർക്ക് പ്രവചനവരത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യത കൂടുതലുണ്ടെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഞാൻ ആത്മാവിൽ ഒരു നിയോഗത്തോടെ ഞാനിത് കൈമാറട്ടെ. നിങ്ങൾക്ക് പ്രവചിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആത്മമണ്ഡലം ദർശിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദർശനങ്ങളെ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, കൃപാവരത്താൽ നിങ്ങൾക്ക് ജ്വലിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, there is no other secret praying tongues for others. ഹവേഴ്സ്, മണിക്കൂറുകൾ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു നോക്കിക്കേ. അയ്യോ, അതൊരു എക്സസൈസ് ചെയ്യുന്ന പോലെ ചെയ്യണം. പക്ഷെ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ. ചെയ്യാൻ പറ്റും. പരിശുദ്ധാത്മാവ് നമ്മളെ നിയോഗിച്ചാൽ, പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തിയാൽ യു ക്യാൻ ഡു ഇറ്റ്. ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് തുടങ്ങണം. രാവിലെ മുതൽ അങ്ങോട്ട് പറയണം. ജോലി സ്ഥലത്ത് അന്യഭാഷ പറയണം. കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്യഭാഷ പറയണം. പ്രാർത്ഥനാ മുറിയിൽ അന്യഭാഷ പറയണം. ഹല്ലേലൂയ! നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങളുടെ അകത്തെ മനുഷ്യൻ പിടഞ്ഞെഴുന്നേക്കുന്നത്.
ഹല്ലേലൂയ. ഐ വിൽ ടെൽ യു എ സീക്രട്ട്. ചില സമയത്ത് നമ്മൾ ആത്മീകമായി ഭയങ്കര ഭാരം അനുഭവിക്കും. എടുത്താ പൊങ്ങാത്ത പോലെ ശുശ്രൂഷയൊക്കെ നമുക്ക് ഭയങ്കര ഭാരമായിട്ട് തോന്നും. ആ സമയത്ത് അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ, മഴ പെയ്തിറങ്ങുന്നത് പോലെ ആമേൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ റൂമിൽ ഇറങ്ങി വരും. ബിക്കോസ് ഇറ്റ്സ് എ ഹെവൻലി ലാംഗ്വേജ്. ഇത് വളരെ സവിസ്തരമായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടുന്നത്. സ്തോത്രം. ഇതിനകത്ത് ആമേൻ ഏറിയ പങ്കും പുതിയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് തരുന്നുണ്ട്. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ പ്രവചനപരം ആഗ്രഹിക്കുന്നവർ, ശുശ്രൂഷയിൽ മുന്നേറുവാൻ ആഗ്രഹിക്കുന്നവർ, അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ ആമേൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. ആമേൻ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിയും. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ അകത്തെ ആത്മാവ് പ്രാർത്ഥിക്കുന്നത്. അന്യഭാഷയിൽ പാടാൻ പറ്റും, അന്യഭാഷയിൽ ആരാധിക്കാൻ പറ്റും, അന്യഭാഷയിൽ സ്തോത്രം പറയാൻ പറ്റും. ഹല്ലേലൂയ. ദൈവമക്കൾ കൂടി വരുമ്പോൾ അന്യഭാഷയുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞത് തർക്കത്തിന് വേണ്ടി പറയല്ല. നിങ്ങൾ ജെനുവിനായിട്ടൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ ആമേൻ എൻ്റെ മേൽ ഇതിനെ ഒന്ന് പകരണമേ. ദൈവമക്കളെ, അതൊരു കൊതിയാണ് കേട്ടോ. നിങ്ങളത് അനുഭവിച്ചറിയണമെന്ന് ഞാൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. ഇത് കേൾക്കുന്നവർ, യൂട്യൂബിൽ കേൾക്കുന്നവർ, ലൈവായിട്ട് കേൾക്കുന്ന ദൈവമക്കളെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. നിങ്ങളുടെ നാവിനെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. നിങ്ങളുടെ ശരീരത്തിനെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. അല്ല, യൗവനത്തിൽ ബാല്യകാലത്തിൽ ഈ അത്ഭുത അമരമായ ദൈവത്തിൻ്റെ കൃപയെ നിങ്ങളുടെ മേൽ പകർന്നിട്ട് മനുഷ്യർ എന്തു പറയുമെന്നോർത്ത് പേടിച്ച് ഇതിനെ താലന്തുകൾ കുഴിച്ചിട്ടവനെ പോലെ കുഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ, എൻ്റെ ജീവിതയാത്ര അനേകരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അവൻ ഇന്നു രാത്രി ഒന്ന് പുനഃസ്ഥാപിക്കപ്പെടണമേ. പറ കർത്താവേ, എനിക്കതൊന്ന് മടക്കി തരണമേ. ഓ രബ ശാന്തരാജാനഗസി, നഷ്ടപ്പെട്ടതിനെ ഒന്ന് മടക്കി തരണമേ. കർത്താവ് തിരിച്ചു തരും കേട്ടോ. ദൈവം ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട് തിരിച്ചു തരും. നമ്മുടെ ദൈവമക്കളുടെ കൂടിവരവിൽ അന്യഭാഷയുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കരുത് എന്ന് അപ്പോസ്തലൻ കർശനമായിട്ട് കൽപ്പിച്ചിട്ടുണ്ട്, അല്ലേ? അന്യഭാഷയിൽ ആമേൻ സംസാരിക്കുന്ന വിലക്കരുത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അന്യഭാഷ സംബന്ധിച്ചോ കൃപാവരം സംബന്ധിച്ചോ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ നിബന്ധനകളോ നൽകുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഉണ്ടായിരിക്കേണ്ട പ്രാഥമിക യോഗ്യത ആമേൻ 1 കൊരിന്ത്യർ 14:18 പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അത് മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ പോരെ. ആമേൻ. ഈ പ്രയർ ലൈൻ ലീഡ് ചെയ്യുമ്പോൾ ആൻറ്റി കൂടെ പറയുന്ന പോലെ ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല എന്ന ഇന്നു രാത്രി ആമേൻ അങ്ങനെയുള്ള പഠിപ്പിക്കൽ കേട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളെ കല്ല് വെച്ചടച്ചതുപോലെ ആമേൻ ആത്മക്കണ്ണുകളെ കുരുട്ടാക്കി കളഞ്ഞ അന്ധകാര മേഖലകൾ യേശുവിൻ്റെ നാമത്തിൽ ഭവനങ്ങൾ വിട്ടുപോട്ടെ, വ്യക്തികളെ വിട്ടുപോട്ടെ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ മറുപുറം ഞാൻ പറയാം. പൊതുസഭയിൽ നമ്മളെ പഠിപ്പിക്കേണ്ട സമയമുണ്ട്, നമ്മളെ പ്രബോധിപ്പിക്കേണ്ട സമയമുണ്ട്. അവിടെ ഒത്തിരി നേരം അന്യഭാഷ പറഞ്ഞാൽ അവിടുത്തെ സമയം പോകും. ആമേൻ. അങ്ങനെ ചെയ്യുന്നത് ചില സ്ഥലങ്ങളിൽ ഭൂഷണമല്ല. ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് അതിൻ്റെതായിട്ടുള്ള മാന്യതകളുണ്ട്. അനേക ആൾക്കാർ, വ്യത്യസ്ത ജാതികളിൽ നിന്നുള്ളവർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാരും, അവിടെ മണിക്കൂറുകൾ നമ്മൾ അന്യഭാഷയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ സഭയ്ക്കകത്ത് നമ്മൾ കൂടി വരുമ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് വിലക്കരുത്. ആമേൻ. ദൈവത്തോട് സംസാരിക്കുമ്പോൾ അന്യഭാഷയിലും മനുഷ്യരോട് സംസാരിക്കുമ്പോൾ അവരവരുടെ ഭാഷയിലും സംസാരിക്കുന്നതിനെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. When we talk to a person, Amen, if he knows Hindi, it's better to speak to him in Hindi. Amen. ആ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ നമ്മൾ അന്യഭാഷ പറയേണ്ട കാര്യമില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഉണർവ് യോഗങ്ങൾ, കാത്തിരിപ്പ് യോഗം, അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ, വിടുതൽ ശുശ്രൂഷ, അത് അന്യഭാഷയും അതിനകത്തുള്ള അതിനകത്ത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വലിയ ക്രിയകളെയൊന്നും നമ്മൾ പരമാവധി ഷൂട്ട് ചെയ്ത് ഈ ജാതികളുടെ കയ്യിൽ നമ്മളതിനെ വികലമായി ഏൽപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, നിന്നിലുള്ള മുത്തുകളെ നിന്നിലുള്ള മുത്തുകളെ പന്നിയുടെ മുമ്പിൽ നീ ഇട്ടുകൊടുക്കരുത്. കാരണം ഇത് നീ ദൈവമക്കളുടെ ഇടയിൽ തന്നെയാണ് ഇത് കാണുന്നതെങ്കിൽ കൂടെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നമ്മൾ ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ മേൽ പകരപ്പെടുന്ന ഒരു കാര്യമുണ്ട്, സാന്നിധ്യം. കേട്ടോ,
സാന്നിധ്യം. ആ സാന്നിധ്യത്തിൻ്റെ അകത്ത് വരുമ്പോൾ നാം എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് നമുക്കറിയാം. നമുക്ക് നല്ല ബോധ്യമുണ്ട്, നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് നല്ല ബോധ്യമുണ്ട്. പക്ഷേ നമ്മൾ വളരെ സിൻസിയറായിട്ട് ദൈവത്തിൽ ചിലപ്പോൾ നമ്മൾ തുള്ളി ചാടിയെന്നിരിക്കും. ദൈവത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മൾ ദൈവത്തെ സ്തുതിച്ചെന്നിരിക്കും. പക്ഷേ ഇത് റെക്കോർഡ് ചെയ്ത് വേറൊരാൾ കാണുമ്പോൾ ഇത് വളരെ ഓക്വേർഡായിട്ട് അവർക്ക് ഫീൽ ചെയ്യാൻ കാരണം നമ്മൾ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം അവർക്ക് ആ വീഡിയോയിൽ അനുഭവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ ഡിഫറൻസ് ഞാൻ പറഞ്ഞ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കൾ വളരെ പരിജ്ഞാനത്തോടുകൂടി ആ കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് ഇന്ന് രാത്രി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അന്യഭാഷയിലുള്ള പ്രാർത്ഥനയും ആരാധനയും അറിയാത്ത മണ്ഡലത്തിൽ, നമ്മൾ കണ്ടിട്ടില്ലാത്ത മേഖലകൾക്കകത്ത് വിടുതൽ കൊണ്ടുവരുന്നതാണ്. ആമേൻ. എന്തുകൊണ്ടെന്നാൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആത്മാവിൽ മർമ്മങ്ങളെ അത്രേ സംസാരിക്കുന്നത്. കാരണം ജാതികൾ തന്നെ വിളിച്ചു പറഞ്ഞു. ആദിമ സഭയിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതാണത്. ആ ദൈവത്തിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് അവർ അന്യഭാഷ പറയുമ്പോൾ ജാതികൾ വന്ന് പറഞ്ഞു, ഇവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെയാണ്, വലിയ കാര്യങ്ങളെയാണ്, മർമ്മങ്ങളെയാണ് പ്രഖ്യാപിക്കുന്നത്, മർമ്മങ്ങളെയാണ് സംസാരിക്കുന്നത്. അന്യഭാഷ പറയുന്ന ദൈവമക്കളെ, നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ വൻകാര്യങ്ങളാണ്, ആത്മാവിൻ്റെ മർമ്മങ്ങളെയാണ് സംസാരിക്കുന്നത്. മാളിക മുറിയിൽ അന്യഭാഷ പറഞ്ഞത് ചിലർക്ക് മനസ്സിലായി. അവർ പറഞ്ഞു, ഈ ഗലീല പുരുഷന്മാർ ഇവർ പറയുന്നത് നമ്മുടെ മാതൃഭാഷയാണല്ലോ. പക്ഷേ എല്ലായിടത്തും പറയുന്ന അന്യഭാഷ എല്ലാവർക്കും തിരിയണമെന്നില്ല. ഞാൻ പറയട്ടെ, എൻ്റെ നിഷ്കളങ്കമായ വചന പഠനത്തിൽ എനിക്ക് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള അന്യഭാഷ മനസ്സിലാക്കാൻ പറ്റി. നമ്മളെല്ലാം ഒരേ തരത്തിലുള്ള അന്യഭാഷയായി ചിന്തിക്കുന്നത്. ഒന്നാമത്തെ അന്യഭാഷ ഇറ്റ്സ് എ സൈൻ ലാംഗ്വേജ് ആണ്. അത് ജാതികൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ഇറങ്ങിയ ദൈവശക്തി, ചിലർക്ക് അവർ പറഞ്ഞ വാക്കുകൾ മനസ്സിലായി, അവർ പറഞ്ഞ സെന്റൻസുകൾ മനസ്സിലായി, ഇത് ഞങ്ങളുടെ മാതൃഭാഷയാണെന്ന് മനസ്സിലായി. ആ കേട്ടോണ്ട് നിന്നവർ അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചു. ഇന്നും പല സ്ഥലങ്ങളിൽ അത് നടക്കുന്നുണ്ട്. എൻ്റെ മാതൃസഭയിൽ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചിക്ക് ABCDEFG അറിയാത്ത അമ്മച്ചി, നല്ല ഗ്രമാറ്റിക്കൽ, നല്ല ഇംഗ്ലീഷിൽ അന്യഭാഷ പറഞ്ഞു. അമ്മച്ചി ഇന്ന് നിത്യതയിൽ ചേർക്കപ്പെട്ടു. ആ അമ്മച്ചിയോട് ചോദിച്ചാൽ അമ്മച്ചിക്ക് എന്തുവാ പറയുന്നറിയത്തില്ല. പക്ഷെ അമ്മച്ചി ദൈവത്തെ ആരാധിക്കുകയാണെന്ന് സാമാന്യം ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അമ്മച്ചിക്ക് പോലും അറിയത്തില്ല അമ്മച്ചി ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അറബിയിൽ സംസാരിക്കുന്നവരെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അറബിയിൽ അന്യഭാഷ പറയുന്ന ദൈവമക്കളുണ്ട്. കഴിഞ്ഞ ദിവസം ആരോ നമ്മുടെ പ്രേലനിൽ പ്രാർത്ഥിച്ചപ്പോൾ ചില കെട്ടുകളെ പരിശുദ്ധാത്മാവ് അങ്ങനെ അഴിക്കുന്നതായി എനിക്ക് ആത്മാവിൽ തിരിച്ചറിയാൻ പറ്റി. ഈ അന്യഭാഷ അത് സൈൻ ലാംഗ്വേജ് ആണ്. രണ്ടാമത്തത് പ്രെയർ ലാംഗ്വേജ്. ഇതിനെല്ലാം ഗ്രീക്കിൽ സെനോലേലിയ എന്നൊക്കെ പറഞ്ഞ് അതൊന്നും നമുക്ക് ഗ്രീക്ക് എനിക്കും ശരിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ആ വാക്കെടുക്കുന്നില്ല. തന്നെയല്ല, ഇതൊരു ബൈബിൾ കോളേജിലെ സ്റ്റഡീസ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ ഗ്രീക്കും ഹീബ്രു ഒന്നും എടുത്ത് തെളിയിക്കാൻ നിൽക്കാത്തത്. ജെനുവിനായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർ മാത്രമേ ഈ പ്രെയർ ലൈനിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു സൈൻ ലാംഗ്വേജ് ഒന്നാമത്തത്. അത് മാളിക മുറിയിൽ പകരപ്പെട്ട അഭിഷേകത്തിൽ സംസാരിച്ച അന്യഭാഷയിൽ അതുണ്ടായിരുന്നു. എന്നാൽ രണ്ടാമതായിട്ട് പ്രെയർ ലാംഗ്വേജ് ഉണ്ട്. പ്രെയർ ലാംഗ്വേജ് അതുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് തുണ നിൽക്കുന്ന ഒന്നാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന. നമ്മൾ അതിലേക്ക് വരും കേട്ടോ. അത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള ഒരു ലാംഗ്വേജ് ആണ്. അത് ദൈവത്തിന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അത് ഭൂമിയിലെ ഒരു ഭാഷയും ആയിരിക്കത്തില്ല. ദാറ്റ് വിൽ ബി ദ ഹെവൻലി ലാംഗ്വേജ്. എന്നാൽ മൂന്നാമതൊരു അന്യഭാഷയുണ്ട്. അത് സഭയിൽ പറയുന്ന അന്യഭാഷയാണ്. ഇതിനെല്ലാം വാക്കിയെടുത്ത് വായിപ്പാനുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഇത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടുന്നത്. സഭയിൽ പറയുന്ന അന്യഭാഷ അത് സഭയ്ക്കുള്ള ദൂതായിരിക്കും. അത് വ്യാഖ്യാനിക്കപ്പെടേണ്ട ദൂതാണ്. അത് സഭയോടുള്ള ദൂതാ പറയുന്നത്. അത് വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ, സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയും. അത് പൗലോസ്ലീഗ പറയുന്നുണ്ട്. സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് വെച്ചാൽ സ്ത്രീകൾ സഭയിൽ വന്നാൽ വായിൽ ക്ലിപ്പിട്ടിരിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം.
അവർ തുടങ്ങുമ്പോൾ മുതൽ ആശീർവാദം പറയുന്നിടം വരെ. അങ്ങനെ ചില ചർച്ചകൾ സഹോദരിമാരെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാത്ത സഭകളുണ്ട്. കാരണം ഇത് ലിറ്ററലി അങ്ങനെയല്ല പൗലോസ് ലീഗ പറഞ്ഞിരിക്കുന്നത്. വ്യാഖ്യാനിയില്ലെങ്കിൽ അന്യഭാഷ പറയുന്നവൻ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്നാ പറഞ്ഞത്. ആമേൻ. സഭയിൽ ആമേൻ എന്ന് വെച്ചാൽ ആ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി. അത് വ്യാഖ്യാനിക്കപ്പെടേണ്ട അന്യഭാഷയാണ്. അത് സഭയ്ക്കുള്ള ദൂത. ഇപ്പം സഭയ്ക്കൊരു ദൂത്, ഇപ്പം ഫെയ്ത്ത് സിറ്റി സഭയ്ക്കുള്ള ദൂത് ഒരാൾ അന്യഭാഷയിൽ പറയുമ്പോൾ അത് വ്യാഖ്യാനിക്കാൻ ഒരാളില്ലെങ്കിൽ അവിടെ ആ അന്യഭാഷ പറഞ്ഞിട്ട് പ്രയോജനമില്ല. അതാണ് പൗലോസ് ലീഗ അതേ അധ്യായം തന്നെ മനസ്സിരുത്തി വായിച്ചാൽ അതിന് ഈ അന്യഭാഷയെ കുറ്റം പറയുകയും തള്ളിപ്പറയുകയും കളിയാക്കുകയും ചെയ്യുന്നവർ ആത്മാവിൽ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട്. അവൻ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ തന്നെ ഏറ്റവും കൂടുതൽ അവൻ അന്യഭാഷ പറയുവാനായി ഉത്സാഹിപ്പിക്കുന്ന ഒരു അധ്യായമാണ് 1 കൊരിന്ത്യർ 14 അധ്യായം. ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, അന്യഭാഷയിലുള്ള പ്രാർത്ഥനയും ആരാധനയും ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ വെച്ച് ലഭിക്കാവുന്നതിലും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ആയുധവും അനുഭവവും സ്വർഗത്തോടുള്ള ആശയവിനിമയ സംവിധാനവുമാണ് അന്യഭാഷ. സാത്താന്യ കോട്ടകളെ തകർക്കുന്ന ദൈവീക മർമ്മങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറയിൽ അന്യഭാഷയിലൂടെ അഭിഷക്തന്മാരുടെ അധരങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവ് ഒഴുക്കുന്നത്. സാത്താന് അന്യഭാഷ തിരിയത്തില്ലെങ്കിലും അവന് തന്ത്രങ്ങളെ മെനയാൻ പറ്റും. അവൻ കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ സാത്താനെതിരെയുള്ള ഏറ്റവും മഹത്തായ ആയുധത്തെ ഒന്ന് തുരുമ്പി പിടിച്ച് കളയാവുന്ന അങ്ങ് തടഞ്ഞേക്കാമെന്ന് അവൻ നൂറ്റാണ്ടുകളായി പയറ്റുന്നുണ്ട്. അന്യഭാഷ പറയുന്നവരെ എങ്ങനെയും ഒന്ന് പിന്തിരിപ്പിക്കണമെന്ന്. അന്യഭാഷയിലുള്ള പ്രാർത്ഥനയും ആരാധനയും ഉണ്ടെന്ന് വിശ്വസിക്കുകയും ഉപദേശമായി തന്നെ അതിനെ എഴുതി വെക്കുകയും ചെയ്ത പെന്തിക്കോസ്ത് സഭകൾ പോലും അന്യഭാഷയുള്ള പ്രാർത്ഥനയും ആരാധനയും പാടെ അവഗണിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു പാട്ട് പാടിക്കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം 2-3 മിനിറ്റ് മാത്രം പറയുന്ന ഒന്നായി ആമേൻ അന്യഭാഷയെ ചില ചടങ്ങ് പോലെ അവസാനിപ്പിക്കുന്നതായി നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, ഒരു പാട്ടിൻ്റെ ഏറ്റവും അവസാന മിനിറ്റുകളിൽ വരുന്ന ഒന്നല്ല അന്യഭാഷ. നിരന്തരമായി 24 hours that language is available for you. അത് നമുക്ക് വേണ്ടി അവൈലബിൾ ആണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവന് സാത്താന്യ ശക്തികളുടെ മേൽ ആധിപത്യം പുലർത്താൻ കഴിയും. Amen. If you are a tongue speaker, if you speak in tongues, you can reign upon the principalities of darkness. Demonic powers and darkness will be shabara hasura badana. അതുകൊണ്ടല്ലേ ഇത്രയും നിർത്താനായിട്ട് നോക്കുന്നത്. സാത്താന്യ ശക്തികളുടെ മേൽ ആധിപത്യം പുലർത്തുന്നവനാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി. ആമേൻ. 1 കൊരിന്ത്യർ 14 അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ ആ ദേശത്തെ ആധിപത്യങ്ങളെ കീഴ്പ്പെടുത്തുവാൻ ആ സഭയ്ക്ക് കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അന്യഭാഷയിൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന സഭകൾ നമ്മുടെ ദേശത്ത് ഉണർന്നു വന്നാൽ ദേശത്തെ നൂറ്റാണ്ടുകളായി ഇരുട്ടിൽ തളച്ചിട്ടിരിക്കുന്ന അന്ധകാര ശക്തികൾ ആയുധം വെച്ച് കീഴടങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ചരിത്രങ്ങൾ നമ്മളെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ആയുധത്തെ ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ട് നമ്മൾ പലരെയും പേടിച്ച് നമ്മൾ അതിനെ ഉപയോഗിക്കാതിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞ വാക്ക് ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. 1 Corinthians 14:14. സോ അന്യഭാഷയിലെ പ്രാർത്ഥന. അപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് 1 കൊരിന്ത്യർ 14 പറയുന്നു. നിങ്ങൾക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റും. You can pray in the tongues. You can pray in the spirit. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമക്കളെ, പിശാച് നിങ്ങളെ പറ്റിക്കരുത്. അവൻ വഞ്ചകനാണ്. അവൻ ഹല്ലേലൂയ നമ്മുടെ കണ്ണുകളെ കുരുട്ടാക്കാൻ നിൽക്കുന്നവനാണ്. ഇന്ന് രാത്രി അതിനെയെല്ലാം തകർത്ത് കളഞ്ഞ് നിങ്ങളുടെ നാവിനെ പരിശുദ്ധാത്മാവിൻ്റെ ആയുധമായി വിട്ടുകൊടുക്ക്. ഹല്ലേലൂയ. ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയൊക്കെ നിർത്ത്. ബുദ്ധി കൊണ്ടുള്ള ശുശ്രൂഷകൾ നിർത്ത്. എന്തുകൊണ്ടാണ് ചില സഭകൾ മൃതസഭകളായി മാറുന്നത്? എന്തുകൊണ്ടാണ് സുവിശേഷീകരണം നടക്കാത്തത്? ശക്തിമത്തായ ഒരു ആയുധത്തെ നാവിൽ തന്നിട്ട് ചിലർ ബുദ്ധി
ബുദ്ധി ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. സാധാരണ പ്രാർത്ഥനയിൽ ബുദ്ധി, ഓർമ്മ, അറിവ്, സ്നേഹം, വികാരം ഇവയെല്ലാം ചേർന്ന് വരാറുണ്ട്. ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ഓർമ്മശക്തി വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. നമുക്ക് ഓർമ്മയുള്ളതിന് വേണ്ടി മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഓർമ്മയും അറിവും വാർത്തകളും എല്ലാം ഒരു ഘടകമാണ്. സാധാരണ പ്രാർത്ഥനയിൽ വികാരങ്ങൾ ഒരു ഘടകമാണ്. എൻ്റെ വികാരത്തിനനുസരിച്ചായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്നെ വേദനിപ്പിച്ച ഒരാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വികാരത്തിൻ്റെ തിരത്തള്ളലുകൾ ഉണ്ടാകും. ആമേൻ. നമ്മളത് കണ്ടിട്ടുള്ളതാണല്ലേ, നമ്മളത് അനുഭവിക്കുന്നവരാണ്. ഹല്ലേലൂയ, ആമേൻ. ലോകം എങ്ങുമുള്ള ആത്മാക്കൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന അതേ വികാരത്തിലാണോ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി, സ്വന്തം ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഒരിക്കലുമല്ല. ആമേൻ. ഞങ്ങളുടെ സഭയെ അങ്ങ് കാത്തോണേ കർത്താവേ എന്ന് പറയുന്ന ആ ഒരു പ്രാർത്ഥനയാണോ, ആ ഒരു വികാരത്തിലാണോ നമ്മൾ ആമേൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അപ്പം നമ്മുടെ ഓർമ്മകളും നമ്മുടെ അറിവുകളുമൊക്കെ നമ്മുടെ പ്രാർത്ഥനയെ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങളെൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നമ്മുടെ പ്രാർത്ഥനയെ ബാധിക്കും തീർച്ചയായിട്ടും. എൻ്റെ മകൻ എന്നുള്ള അറിവ്, എൻ്റെ ശുശ്രൂഷ എന്നുള്ള അറിവ്, എൻ്റെ പെങ്ങൾ എന്നുള്ള അറിവ്, ഇതൊക്കെ എൻ്റെ പ്രാർത്ഥനയെ സ്വാധീനിക്കും. അത് നമ്മുടെ പ്രാർത്ഥനയെ ആമേൻ ബാധിക്കാറുണ്ട്. ആമേൻ, ആമേൻ. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയെ അത് ബാധിക്കും, ഉറപ്പായിട്ടും ബാധിക്കും. അപ്പോൾ നമുക്കധികം സ്നേഹമുള്ള, നമുക്കധികം ബന്ധമുള്ള, അധികം പരിചയമുള്ള, അടുപ്പമുള്ള, നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് ഉപകാരം ചെയ്ത ആളിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുകയും തൊണ്ട ഇടറുകയും നമ്മൾ ചിലപ്പോഴൊക്കെ ആവേശഭരിതരാകാറും ചെയ്യാറുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ നമ്മളെ ഉപദ്രവിച്ച ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളെ വേദനിപ്പിച്ച ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്രയൊന്നും വികാരത്തള്ളലൊന്നും നമ്മളെ സ്വാധീനിക്കാറില്ല. അപ്പം നമ്മുടെ മേലൊരു നെഗറ്റീവ് വികാരമാണ് സ്വാധീനിക്കുന്നത്. പക്ഷേ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ വിധ ഘടകങ്ങൾ, ഈ ജഡത്തിൻ്റെതായിട്ടുള്ള വികാരങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട്, ജഡത്തിൻ്റെ വിചാരങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഹല്ലേലൂയ ആത്മാവിൽ പ്രാർത്ഥിക്കും. ഈ ഘടകങ്ങളെല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് ഹല്ലേലൂയ വിശുദ്ധ തൃത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവിൻ്റെ തിരുഹൃദയ പ്രകാരമുള്ള ഫലവത്തായ പ്രാർത്ഥന ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അത് ഇന്നു രാത്രിയിലെങ്കിലും തിരിച്ചറിയണമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. ഞാൻ ആത്മാവിൽ പറയട്ടെ, ജെനുവിനായിട്ട് അന്യഭാഷ പറയുന്ന ഒരു വ്യക്തി 2 മണിക്കൂർ അന്യഭാഷ പറഞ്ഞു കഴിയുമ്പോഴത്തേനെ ഓൾമോസ്റ്റ് നമ്മുടെ അകത്ത് ആരോടെങ്കിലും പിണക്കമോ പരിഭവമോ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരും. എടാ, നീ നിരപ്പാകാനുണ്ട്, നീ ക്രമീകരിക്കപ്പെടാനുണ്ട്, പ്രവാചകൻ തലയിൽ കൈവെക്കണ്ട, ദൂത് പറയണ്ട, പരിശുദ്ധാത്മാവ് തന്നെ കാണിച്ചു തരും. അങ്ങനെ ഇതുവരെ കാണിച്ചു തരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവാണോ എന്ന് ഒരിക്കൽ കൂടെ പുനഃചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. കരഞ്ഞ് ദൈവത്തിൽ നിലവിളിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗവും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഒരാളോട് പക വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ഒരാളോട് ഈർഷ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ഒരാളോട് കയ്പ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അന്യഭാഷ നാം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വലിയൊരു ബോധ്യത്തിലേക്ക് കൊണ്ടുപോകും. റോമാലേഖനം 8-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിക്കുന്നു. എൻ്റെ മുന്നിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടുന്നത്. ദൈവഹിതപ്രകാരമുള്ളൊരു പ്രാർത്ഥനയ്ക്കായി നമ്മളെ പരിശുദ്ധാത്മാവ് സജ്ജരാക്കുന്നു. ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതെന്നാ പ്രാർത്ഥനയാ? വാസ്തവത്തിൽ ആത്മാവിലുള്ള പ്രാർത്ഥനയാ. ആമേൻ. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. 1 യോഹന്നാൻ 5:14 യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ധൈര്യമാത് ദൈവം, നമ്മൾ കർത്താവിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ചോദിച്ചാൽ കർത്താവ് നമുക്ക് തരുമെന്നുള്ളത് നമ്മുടെ ധൈര്യമാണ്. അവൻ്റെ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥന തിരിച്ചറിയുവാൻ, അവൻ്റെ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥന കഴിക്കുവാൻ, അവൻ്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ ആർക്ക് സാധിക്കും ദൈവമക്കളെ?
ആർക്ക് സാധിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പോലും ഗെത്സമനയിൽ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ ഏതൊരു പ്രാർത്ഥനയിൽ സ്വന്തം ഇഷ്ടം കയറി വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ദൈവ ഇഷ്ടപ്രകാരം നമ്മളെ പ്രാർത്ഥിക്കുവാൻ സഹായിക്കുന്ന അത്യുന്നതമായ ആശയവിനിമയ സംവിധാനമാണ് അന്യഭാഷയിലുള്ള പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ ബുദ്ധി അബലമായിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്കോ നമ്മുടെ വികാരങ്ങൾക്കോ നമ്മുടെ എന്തെങ്കിലും അങ്ങനെയുള്ള ഘടകങ്ങൾക്ക് അതിനകത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. ആമേൻ. അതൊരു ദിവസം കൊണ്ട് സാധ്യമല്ല. നാളുകൾ കൊണ്ട് പരിശീലിച്ചു കൊണ്ടും പരിചയം കൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിൽ, ഈ ശുശ്രൂഷയിൽ വളരാൻ പറ്റും. നിങ്ങളോട് ഞാൻ പറയാം, നാളെ 2 മണിക്കൂർ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ മേ ബി ഇറ്റ്സ് ഇംപോസിബിൾ. പക്ഷേ ഓരോ ദിവസവും 5 മിനിറ്റ് 10 മിനിറ്റ് നിങ്ങൾ വ്യായാമ മുറകൾ പരിശീലിക്കുന്ന പോലെ, ഇഫ് യു ക്യാൻ പ്രേ ഇൻ ദ സ്പിരിറ്റ്, you won't be tired, you won't be weary. ഞാനൊന്ന് ആത്മാവി ചോദിച്ചട്ടെ, 1 മണിക്കൂർ തികച്ചു പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഈ പ്രെയർ ലൈനകത്തുണ്ട്? പക്ഷേ ഇഫ് യു ക്യാൻ പ്രേ ഇൻ ടങ്സ്, നിങ്ങളുടെ പ്രാർത്ഥനാ സമയം നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. ഹല്ലേലൂയ, ആമേൻ. ഏതൊരു ഭാഷയും സംസാരിക്കുമ്പോഴാണ് നമുക്ക് വളർച്ചയും വികാസവും ഉണ്ടാകുന്നത്. ആധുനിക അണുകുടുംബങ്ങൾ കുട്ടികൾ സംസാര വൈകല്യമുള്ളവരായിട്ട് കാണുന്നു. കാരണം അവർക്ക് അങ്ങനെയുള്ള അസുഖങ്ങൾ വർദ്ധിച്ചു വരുന്നതായി ഞാൻ വായിക്കാൻ ഇടയായി. അതുകൊണ്ട് ഈ സ്പീച്ച് തെറാപ്പി എന്ന കോഴ്സിന് അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഒരു കുടുംബത്തിന് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് വെച്ച് ദൈവം ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ആയിരുന്നു. അവർ കൊച്ചിലെ കുഞ്ഞുങ്ങളെ എല്ലാം പറഞ്ഞു പഠിപ്പിക്കുമായിരുന്നു, ഇല്ലേ? നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും കുഞ്ഞുങ്ങൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവർക്ക് ചിരിയും കളിയുമായിട്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ സംസാരിക്കുമായിരുന്നു. എന്നാൽ ഈ തലമുറയിൽ നഷ്ടപ്പെട്ടു പോയി. ട്രെയിനകത്ത് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, എല്ലാവരുടെ കയ്യിലും ഓരോ മൊബൈൽ ഫോണുണ്ട്, കുഞ്ഞുങ്ങളുടെ കയ്യിലും ഉണ്ട്. ഒന്നില്ല അവർ അപ്പച്ചൻ്റെ കിട്ടിയില്ലേ അമ്മച്ചിയുടെ കിട്ടിയില്ലേ പപ്പാടെ എടുക്കും, പപ്പാടെ കിട്ടിയില്ലേ മമ്മിയുടെ എടുക്കും. ആരെങ്കിലും ഒരു ഫോൺ എപ്പോഴെങ്കിലും ഒഴിവുണ്ടായിരിക്കുമല്ലോ എന്നതുപോലെ. ആമേൻ. ഈ തലമുറയിൽ അവർക്ക് സംസാരിക്കാൻ സമയമില്ല. ദേ ആർ സോ ബിസി. അന്യഭാഷ ലഭിച്ചത് സംസാരിക്കാനല്ലേ? എങ്കിൽ പിന്നെ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് ഓരോരുത്തരും നമുക്കിന്ന് ശോധന ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഏതോ ഒരു കാത്തിരിപ്പ് യോഗത്തിലോ ആമേൻ, ഏതോ ഒരു ഉണർവ് യോഗത്തിലോ നിങ്ങൾക്ക് 2 വാക്ക് കിട്ടിക്കാണും. ആമേൻ. എന്നാൽ അതിനെ ഉപയോഗിക്കാത്ത നിമിത്തം 1 ഇഞ്ച് പോലും വളരാതെ അതിൽ തന്നെ തുടരുന്നവരും അല്പമായിട്ടുള്ളത് പോലും നഷ്ടപ്പെടുത്തിയവരും ഇന്ന് നമ്മുടെ സഭകൾക്കകത്ത് വർദ്ധിച്ചു വരുന്നു. എന്നാൽ ഇന്ന് രാത്രി 2 വാക്കേ കിട്ടിക്കാണത്തുള്ളൂ. ഭാരപ്പെടണമെന്ന്. നേഴ്സറിയിൽ നമ്മൾ ABCDEFG അല്ലേ പഠിച്ചത്? A for ആപ്പിൾ അല്ലേ പഠിച്ചത്? അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികത്തിൽ വിചാരകനാക്കുന്നു പറഞ്ഞതുപോലെ ആ കിട്ടിയ ഭാഷയൊന്ന് പറഞ്ഞു കൊടുത്ത് നോക്കിക്കേ. ആദ്യം നമ്മളെ വൊക്കാബുലറീസ് അല്ലേ പഠിച്ചത്, പിന്നെ നമ്മൾ സെന്റൻസ് പഠിച്ചു, പിന്നെ നമ്മൾ വലിയ എസ്സേസ്. അതേപോലെയാണ് ഇത്. ഭാഷയുടെ ലോകമാണ്. ആത്മാവ് തരുന്നത് നമ്മൾ ഉച്ചരിച്ച് മടികൂടാതെ ഉച്ചരിച്ച് തുടങ്ങുമ്പോൾ ഈ ഭാഷയുടെ വലിയ ലോകം കർത്താവ് നമുക്ക് വേണ്ടി തുറക്കും. എങ്ങനെ തുറക്കും പാസ്റ്ററെ? കൊതി വേണം, ആത്മാവിൽ കൊതി വേണം. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനത് ആത്മാവിൽ പറയട്ടെ. മലയാള ഭാഷ നമ്മളെ ആരെങ്കിലും കളിയാക്കിയതുകൊണ്ട് നമ്മൾ പറച്ചിൽ നിർത്തിയായിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെ. നമ്മൾ നിർത്തിയില്ല. കാരണം നമുക്ക് മനസ്സിലായി മലയാള ഭാഷ പറഞ്ഞില്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെയാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാത്ത ഒരാൾക്ക് ആത്മമണ്ഡലത്തിൽ ആമേൻ ദൈവ കൃപയെ പ്രാപിക്കാൻ സാധ്യമല്ല. ഓ റബ ശംധന, ഈ വിലയേറിയ അനുഭവത്തിലേക്ക് വളരുവാൻ കഴിയാത്തവണ്ണം നമ്മെ തടയുന്നത് മറ്റുള്ളവരുടെ വിമർശനമാകാം, ചിലപ്പോൾ മറ്റുള്ളവരുടെ നിന്ദയാകാം, പുച്ഛഭാവമാകാം, പരിഹാസമായിരിക്കാം. ചിലർ തിരുവെഴുത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. തെറ്റായ ലേഖനങ്ങൾ, പ്രഭാഷണങ്ങൾ, ബൈബിൾ ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് വഴി കിട്ടിയ തെറ്റായ ചിന്തകൾ നമ്മളെ ഈ വിലയേറിയ അനുഭവത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നു രാത്രി നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മുടെ ദൃഷ്ടിയെ തുറക്കുകയാണ്. 10,000 വാക്കുകൾ അവൻ അന്യഭാഷയിൽ പറയുന്നതിനേക്കാൾ ബുദ്ധി കൊണ്ട് 10 വാക്ക് പറയാൻ ഇഷ്ടപ്പെടുന്ന പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതിനെ നമ്മൾ തെറ്റായി മനസ്സിലാക്കിയതും ഈ വിലയേറിയ അനുഭവത്തെ പലരും അത് പറഞ്ഞ് വില കുറച്ച് കാണുന്നതായി ഞാൻ ആത്മാവിൽ ഗ്രഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊരു വിമർശന ക്ലാസ് അല്ലാത്തത് കൊണ്ട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, സത്യസന്ധമായി ഒരിക്കൽ കൂടെ ഞാൻ പറയാം,
സത്യസന്ധമായി 1 കൊരിന്ത്യർ 14 അധ്യായം നാം ഒന്നുകൂടെ വായിക്കുവാണെങ്കിൽ ഈ 19 വാക്യത്തിൽ പൗലോസ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, നിങ്ങളിൽ എല്ലാവരിലും അധികമായി ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഞാനും കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെ ഒരു വാക്യം പൗലോസ്ലീഗ ആ ഒരു അധ്യായത്തിൽ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അന്യഭാഷയെ മൊത്തത്തിൽ വേടോടെ പിഴുതുകറയുവാൻ, ആ ഒരു മഹത്തായ അനുഭവത്തെ കൂച്ചുവിലങ്ങിടുവാൻ ശത്രു നമ്മൻ ചിലരെ ശക്തമായി ഉപയോഗിച്ചേനെ. ആ വാക്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് ജീസസ്. ആ അന്യഭാഷയുടെ അടിത്തറ നിന്നുകൊണ്ടാണ് താൻ സഭയ്ക്ക് ദൂത് നൽകുന്നത്. ഹല്ലേലൂയ. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്തുവാ, പരിശുദ്ധാത്മാവിൻ്റെ നിറവെന്തുവാന്ന് അറിയത്തില്ല, അതിൻ്റെ ശക്തിയെപ്പറ്റി അറിയത്തില്ല, അതിൻ്റെ അനുഭവമില്ലാത്ത വേദവിദഗ്ധന്മാരാണ് അന്യഭാഷയ്ക്കെതിരെ പടവാളോങ്ങുമ്പോൾ. നിങ്ങൾ മറന്നു പോകരുത് ഈ മക്കളെ, 1 കൊരിന്ത്യർ 14:19 ആമേൻ അങ്ങനെയുള്ളവർക്കെതിരെ സംസാരിക്കുകയാണ്. ഇനി നമുക്കൊന്നുകൂടെ ഇച്ചിരിയുടെ ചിന്തിക്കാം. അന്യഭാഷ സഭായോഗങ്ങളിൽ എന്തുവാ പറഞ്ഞേക്കുന്നത്? അന്യഭാഷ സഭായോഗത്തിൽ 1 കൊരിന്ത്യർ 14:19, 1 കൊരിന്ത്യൻസ് 14:19. സമയമില്ലാത്തതുകൊണ്ട് ഇതെല്ലാം എടുത്ത് വായിപ്പിക്കാത്തത്. പൗലോസ് അപ്പോസ്തലന്റെ അന്യഭാഷയോട് ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ വായിക്കുമ്പോൾ അന്യഭാഷ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ആ നിലയിൽ തോന്നാവുന്ന ചില പ്രായോഗിക വശങ്ങൾ കൊരിന്ത്യ ലേഖനത്തിൽ ഉണ്ടെന്ന കാര്യം സത്യമാണ്. ഒരാൾ ഇത് വേണ്ട എന്ന് സ്ഥാപിക്കാനായിട്ട് ആമേൻ ഈ അധ്യായം വായിച്ചാൽ ആർക്ക് വേണമെങ്കിൽ അങ്ങനെ സ്ഥാപിക്കാൻ പറ്റും. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മുൻവിധികളെ മാറ്റി വെച്ചിട്ട് സത്യസന്ധമായി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് 1 കൊരിന്ത്യർ 14 അധ്യായം വായിക്കുവാണെങ്കിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനെ പൗലോസ്ലീഗ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം പറയുകയാണ്, ആത്മീക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, അവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നു പറഞ്ഞുകൊണ്ട് ആരംഭിക്കുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നു വിലക്കരുത്. പ്രവചനവരം വാഞ്ചിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു എന്ന് നാം മറന്നു പോകരുത് ദൈവമക്കളെ. മാത്രമല്ല, നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്ന് വിശേഷാൽ പ്രവചിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നുവെന്ന് 5-ാം വാക്യത്തിൽ പറയുന്നു. 5-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളെല്ലാവരും അന്യഭാഷയെ സംസാരിക്കണം. കൊരിന്ത്യ സഭയോട് പറയാ, നിങ്ങളെല്ലാവരും അന്യഭാഷയെ സംസാരിക്കണം. നിങ്ങളെല്ലാവരും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകണം. 12-ാമത്തെ വാക്യത്തിൽ പറയാ, അന്യഭാഷയിൽ സംസാരിക്കുന്ന വ്യാഖ്യാനവരത്തിനായി പ്രാർത്ഥിക്കണം. ഇത് 13-ാം വാക്യത്തിൽ ആവർത്തിച്ചു പറയുമ്പോൾ അന്യഭാഷയെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഇത് പറയണ്ടെന്ന് അല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ പറയണം, അന്യഭാഷ നിങ്ങൾ പറയണം. എന്നാൽ ചില ഭാഗങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വിധം ഈ വേദഭാഗത്തുണ്ട്, സത്യമാണ്. ഏതൊരു ഭാഷയ്ക്കും വ്യക്തത വേണം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, കാഹളം തെളിവില്ലാതെ നാദം കൊടുത്താൽ പടയ്ക്ക് ഒരുങ്ങും. 1 കൊരിന്ത്യർ 14:8. ലോകത്തിൽ വിവിധ ഭാഷകളുണ്ട്, അവയിലൊന്നും തെളിവില്ലാത്തതല്ല. ഞാൻ ഭാഷ അറിയാതിരുന്നാൽ സംസാരിക്കുന്നവന് ഞാൻ ബർബരനായിരിക്കും, സംസാരിക്കുന്നവൻ എനിക്കും ബർബരനായിരിക്കും. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയില്ലേ എന്നിത്യാദി പ്രയോഗങ്ങൾ ഈ അധ്യായത്തിൽ കിടപ്പുണ്ട്. ഈ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മവരമില്ലാത്തവന് നീ പറഞ്ഞ് തിരിയാതിരിക്കുന്നതും നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയാൻ ചെയ്യും. 1 കൊരിന്ത്യർ 14:16. ആമേൻ. ദൈവമക്കളെ, കൊരിന്ത്യ സഭയിൽ എല്ലാവരും ആരാധനയ്ക്ക് കൂടി വരുമ്പോൾ അന്യഭാഷ മാത്രം ഉച്ചരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയെന്ന് നമുക്ക് ജെനുവിനായിട്ട് മനസ്സിലാക്കാം. അനുഭവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആമേൻ, പരിശുദ്ധാത്മാഭിഷേകത്തിൽ നടത്തപ്പെടുന്ന ആദ്യ സന്ദർഭങ്ങളിൽ ഏതൊരാളും ഇത് അനുഭവിക്കുന്നവൾ, വിശേഷിച്ച് തിരുവെഴുത്തുകളിൽ വിശ്വാസമില്ലാത്ത വിവിധ മതാചാരങ്ങൾ വിശ്വസിച്ചെടുത്ത കൂട്ടം ആളുകൾ പെട്ടെന്ന് യേശു കർത്താവിലുള്ള വിശ്വാസത്തിലേക്ക് വരികയും ആളുകൾ പെട്ടെന്ന് കർത്താവിലേക്ക് വരികയും
ഉയരത്തിലെ ശക്തിയാൽ നിറയപ്പെടുകയും ചെയ്യുമ്പോൾ അവർ അടങ്ങാത്ത സന്തോഷത്താൽ നിറയപ്പെടുന്നു. അപ്പോൾ അവർ കൂടി വരുമ്പോൾ ഒരു സ്വർഗീയ സന്തോഷത്താൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദൈവകൃപയാൽ അവർ നിറയപ്പെടുമ്പോൾ അവർ ആനന്ദിച്ച് ഉച്ചത്തിൽ അന്യഭാഷയിൽ ആരാധനയും സ്തോത്രവും ദൈവത്തിൽ പ്രകടിപ്പിക്കുന്നത് ആമേൻ സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ. എന്നാൽ ഇങ്ങനെ എല്ലാ കൂടി വരവുകളിലും അന്യഭാഷയുള്ള ആരാധനയോ സ്തുതിയോ പ്രാർത്ഥനയോ ആയി മാറിയാൽ തിരുവെഴുത്തുകളുടെ പഠനത്തിനും പ്രബോധനത്തിനും ഉപദേശങ്ങൾക്കും സഭയ്ക്ക് ആമേൻ നഷ്ടമാകും അതിനുള്ള സമയം. അതുകൊണ്ട് പൗലോസ്ലീഹ ഇവിടെ പറയുന്നത് എല്ലാം ക്രമമായി നടക്കണം, എല്ലാം ചന്തമായി നടക്കണം. നമ്മുടെ സഭയോ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ 10 മണിക്ക് പ്രാർത്ഥിച്ചു തുടങ്ങി 1 മണി വരെ നമ്മൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ പുറത്തുള്ള ഒരാൾ നമ്മുടെ സഭയെ വന്ന ആ ആൾക്ക് എന്നാ മനസ്സിലാകും? നമുക്ക് ആത്മീയവർദ്ധന ഉണ്ടാകും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉചിതമായി നടക്കട്ടെ. ശ്രദ്ധിക്കണം, അപ്പോസ്തലൻ ആ വാക്യം അത് തന്നെ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. 39-ാം വാക്യം ശ്രദ്ധിച്ചേ. 40-ാമത്തെ വാക്യത്തിൽ സകലവും ഉചിതവും ക്രമമായി നടക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. ഇഫ് യു റീഡ് ദ ഇംഗ്ലീഷ് ബൈബിൾ യു കൻ റീഡ് ഡീസന്റ് ആൻഡ് ബി ഓർഡർ എന്ന് എഴുതിയിരിക്കുന്നു. എല്ലാത്തിനും അതിൻ്റെതായ ഒരു ക്രമമുണ്ട്. ഇതിനെ ഒന്ന് ഓർഡറിലാക്കാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ അഭിഷക്തൻ ശ്രമിക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞാൽ, നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, നിങ്ങൾ അന്യഭാഷയിൽ സ്തുതിക്കണം, നിങ്ങൾ അന്യഭാഷയിൽ ആരാധിക്കണം. എന്നാൽ നിങ്ങൾ അന്യഭാഷയിൽ പ്രസംഗിക്കരുത്. പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാകുന്ന ഭാഷയിൽ പ്രസംഗിക്കണം. അപ്പോൾ അന്യഭാഷ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് പ്രസംഗിച്ചെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് കുഴപ്പമില്ല. പക്ഷേ 1.5 മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ ആമേൻ അതിനകത്ത് ആമേൻ 1.25 മണിക്കൂറും അന്യഭാഷയിൽ പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കുന്നവർക്ക് എന്നാ മനസ്സിലാകും? ചിലപ്പോഴൊക്കെ നമ്മൾ ആത്മാവിൽ ദൂതനെ ഏറ്റെടുക്കുമ്പോൾ, നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് കത്തുമ്പോൾ, നമ്മൾ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആമേൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉണ്ടല്ലോ ആമേൻ വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നെന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാറുണ്ട്. ചിലപ്പോഴൊക്കെ ആ ദൂത് എന്നോടാണ് ദൈവം ഇടപെട്ടതെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ അന്തരാത്മാവിനകത്ത് നമ്മളതിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ മതിമറന്ന് ദൈവത്തെ ആരാധിക്കാറുണ്ട്. ചിലർ ചോദിക്കും, നിങ്ങൾ ബാക്കിയുള്ളവരെ പ്രസംഗം പോലും കേൾപ്പിക്കാതെ നിങ്ങൾ ഈ കൈയടിച്ച് പൊട്ടിക്കുന്ന എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ട് ചിലർ. അപ്പോൾ അവർക്കറിയത്തില്ല, അവിടുന്ന് കർത്താവിൻ്റെ ദാസൻ ലോഗോസായി ഇങ്ങോട്ട് വിടുന്നത്, വചനം ഇങ്ങനെ ലോഗോസായിട്ട് വിടുമ്പോൾ ഞാൻ ഇവിടുന്ന് കൈയടിച്ചതിനെ സ്വീകരിക്കുമ്പോൾ എൻ്റെ അകത്തൊരു റീമയായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനോട് പറയാം, കർത്താവേ താങ്ക് യു, ഇതെന്നോടുള്ള വചനമാണ്, അതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രസംഗമെന്ന് പറഞ്ഞാൽ അത് മനുഷ്യനോടുള്ളതാണ്, പ്രാർത്ഥന അത് ദൈവത്തോടുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥന പ്രസംഗവുമാകരുത്, പ്രസംഗം പ്രാർത്ഥനയുമാകരുത്. എല്ലാത്തിനും അതിൻ്റെതായ ലാംഗ്വേജ് ഉണ്ട്. പ്രത്യേകിച്ച് ഇതൊരു പ്രെയർ ലൈൻ ആയതുകൊണ്ട് let me tell you people of God, when you pray in public, make it sweet and short. ഒരാൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ, ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ, just note down that thing. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, ആ കാര്യങ്ങൾ പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അത് ഷോർട്ടായിരിക്കട്ടെ, സ്വീറ്റ് ആയിരിക്കട്ടെ. പക്ഷെ നമ്മൾ ദൈവവുമായിട്ട് ആമേൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ. അതിനകത്ത് ഭംഗി വാക്കുകളൊന്നും ചേർക്കണ്ട. അതിനകത്ത് നമ്മളും നമ്മുടെ ദൈവവുമായിട്ടുള്ള സ്നേഹപ്രകടനമാണ് നമ്മുടെ പ്രാർത്ഥനാ മുറി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സോ ഒരു കൺവെൻഷനിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ആ കൺവെൻഷനെ പ്രാർത്ഥിക്കാൻ ലീഡ് ചെയ്യാൻ പറയുന്ന പാസ്റ്റർ പറയുക, ഇന്നത്തെ ഉച്ചഭാഷണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ, ഇന്നത്തെ പ്രസംഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അപ്പോൾ ഞാൻ കാട് കയറി ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അന്നേരം ഞാൻ കർത്താവിൻ്റെ ദാസൻ എന്തോ പറഞ്ഞു, വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ എനിക്ക്. പബ്ലിക്കലി ആണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഓർത്തുകൊള്ളുക. പ്രത്യേകിച്ച് നമ്മൾ പബ്ലിക്കലി പ്രാർത്ഥിക്കുമ്പോൾ
ശത്രുവിൻ്റെ പദ്ധതികളെല്ലാം പൊളിയട്ടെ എന്ന് നമ്മൾ അവിടെ പ്രാർത്ഥിച്ചാൽ, ഒരു പബ്ലിക് സ്റ്റേജ് ആണെങ്കിൽ അല്ലെങ്കിൽ പരസ്യയോഗമാണെങ്കിൽ ആമേൻ, ആ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ചാനലുകളിൽ പ്രസംഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ പബ്ലിക് മീഡിയാസിൽ പ്രസംഗിക്കുമ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ, ഇത് ഞാൻ പറഞ്ഞു വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വെൻ യു preach in a public media, always think that public is watching you, not only believers. അപ്പോൾ വളരെ പരിജ്ഞാനത്തോടെ നമുക്ക് കാര്യങ്ങളെ മുന്നോട്ട് നീക്കാം. അന്യഭാഷയും മധ്യസ്ഥ പ്രാർത്ഥനയും. ആമേൻ. റോമാലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം. അന്യഭാഷയിലുള്ള പ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ മറ്റു തിരുവെഴുത്തുകളിലേക്കും ആമേൻ നമുക്ക് നോക്കാം. റോമർ 8:26 ഞാൻ പറഞ്ഞതുപോലെ, ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നത്. വേണ്ടും പോലെ ആമേൻ എങ്ങനെ പ്രാർത്ഥിക്കണം, വേണ്ടും പോലെ പ്രാർത്ഥിക്കുന്നത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഞരങ്ങുന്ന ഒരു ആത്മാവിനെ ഈ ഭാഗത്ത് നമുക്ക് കാണാം. റോമാലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾ ദൈവഹിതപ്രകാരം അല്ലാതെയാകാറുണ്ട്. ആ അവസരത്തിൽ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവഹിതത്തിൻ്റെ തലത്തിലേക്ക് ആത്മാവിൽ തള്ളിക്കൊണ്ടു പോകുന്നതല്ലേ ഈ വചനത്തിൻ്റെ വിശുദ്ധീകരണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? ഹല്ലേലൂയ. ഈ സമയത്ത് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഭാഷകൾ മാറ്റിവെച്ചിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ വിധേയപ്പെട്ടാൽ, അന്യഭാഷയിൽ മധ്യസ്ഥത ചെയ്യുവാൻ നമ്മളെ തന്നെ നാം വിട്ടുകൊടുത്താൽ, ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകും. താങ്ക് യു ജീസസ്. ആമേൻ. ഇത് പലർക്കും മനസ്സിലാക്കാത്ത ഒരു അനുഭവമാണ്. നമ്മൾ പ്രാർത്ഥിച്ചു മറന്നുപോയ ചില വിഷയങ്ങൾ. ആമേൻ. നമ്മൾ ചിലപ്പോൾ കൺഫസ് ചെയ്യാൻ ദൈവത്തിൽ മറന്നുപോയ ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിലൂടെ കൺഫസ് ചെയ്യിപ്പിക്കും. ആ തെറ്റവിടെ കിടക്കുമ്പോൾ, ആ പാപം അവിടെ കിടക്കുമ്പോൾ, നമ്മൾ കൺഫസ് ചെയ്തിട്ടില്ലാത്ത, നമ്മൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടില്ലാത്ത ചില പാപങ്ങൾ അവിടെ കിടക്കുമ്പോൾ ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. ആമേൻ. പിശാചിന് അനുവദിക്കത്തില്ല. കാരണം അവൻ പാപിയാണെന്ന് പറയും. പക്ഷെ നമ്മൾ ആ സംഭവം മറന്നുപോയി, നമ്മുടെ ബുദ്ധിയിൽ നിന്ന് തന്നെ അത് പോയി. പക്ഷെ നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ നാവിലൂടെ അതിനെ പ്രാർത്ഥിപ്പിക്കും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നീതിമാനായതുകൊണ്ട്, ഞാൻ പറഞ്ഞതിൻ്റെ ദൂത് നിങ്ങൾക്ക് മനസ്സിലായി. 2 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. നമ്മൾ ആരും മനസ്സിലാക്കാതെ പോന്ന, നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആത്മീയ അനുഭവമാണ്. ഇനി നിങ്ങളാരും, എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ആരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് നിർത്തരുത്. ആമേൻ. ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മളെ സജ്ജമാക്കുന്ന ഒന്നാണ് അന്യഭാഷയിലുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യൂദാ ലേഖനം എഴുതുമ്പോൾ, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും അന്യഭാഷയിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. ആമേൻ. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. യൂദായുടെ ലേഖനം 20-21 വാക്യങ്ങൾ. ഇവിടെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന കാര്യം വീണ്ടും നാം കാണുന്നു. നിശ്ചയമായിട്ടും അത് അന്യഭാഷയുടെ പ്രാർത്ഥനയാണെന്ന് ആത്മാവുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരാകുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ ദൈവിക പദ്ധതിക്ക് പങ്കാളികളായിത്തീരുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുവാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് അന്യഭാഷയെപ്പറ്റി നാളെ ദൈവം എന്നോട് പറയുവാണെങ്കിൽ ഞാൻ പറയും. ഇതൊരു പോരാട്ടത്തിൻ്റെ ഭാഷയാണ്. ഹല്ലേലൂയ. നമ്മുടെ അധരങ്ങളെ പരിശുദ്ധാത്മാവ് ശക്തമായ ആയുധമായി ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് പരിശുദ്ധാത്മാവിൽ അന്യഭാഷ. എത്ര മണിക്കൂർ നിങ്ങൾ അന്യഭാഷ പറയുമോ അത്രത്തോളം സമയം പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കുകയാണ്. ആ നാവിൻ്റെ ശക്തിയെ ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി പരിശുദ്ധാത്മാവ് എടുത്തുപയോഗിക്കും. ഇന്ന് രാത്രി ചില നിമിഷങ്ങൾ ഇത്രയും നേരം ഞാൻ ഒരു അറ്റ്ലീസ്റ്റ് 100 പ്രാവശ്യത്തിൽ കൂടുതൽ അന്യഭാഷ എന്ന് പറഞ്ഞു കാണും. ദൈവമക്കളെ, വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഈ അനുഭവം ആർക്കെങ്കിലും ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവിനെ എവിടെയെങ്കിലും ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ,
അന്യഭാഷയെ കോപ്പി ചെയ്ത് പറഞ്ഞ് അതിനെ ഒന്ന് അവൻ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന മലയാളത്തെ ഞാൻ എടുത്തൊന്ന് അവൻ കളിയാക്കിയ നിങ്ങൾക്ക് എത്ര വേദന തോന്നും? അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയായ അന്യഭാഷയെ ഇത്രയും വചനത്തിൻ്റെ തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നു. കോരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നിന്നുപോയെന്ന് അവൻ ഏതോ വചന പണ്ഡിതനെന്ന് സ്വയം അവൻ നടിക്കുന്നവർ പറഞ്ഞു ദൈവജനത്തെ അവൻ മൂഢരാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ആത്മക്കണ്ണുകളെ കുരുട്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രി കർത്താവിൻ്റെ എളിയദാസൻ എന്നുള്ള നിലയിൽ നിങ്ങളോട് ഞാൻ വിനീതമായി പറയട്ടെ, ഈ അനുഭവം നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ വളരെ വീഴ്ചകൾ സംഭവിക്കും. ആത്മാവിൽ കത്തിജ്വലിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ടോ? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ഇത് ആവേശത്തോടെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കാരണം എൻ്റെ ജീവിതത്തിൽ ഞാനത് അനുഭവിച്ചതാണ്, എൻ്റെ ശുശ്രൂഷയിൽ ഞാനത് അനുഭവിച്ചതാണ്. ഓ റബ ശിഖരവസ്യന്തരാധനാദിയ, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹാലലൂയ റോക്കോമോ ശാന്തന. അപ്പോൾ 120 മേൽ അന്യഭാഷയുടെ ശക്തി ഇറങ്ങി വന്ന് അവരുടെ നാവിനെ കൊണ്ട് അന്യഭാഷ പറയിപ്പിച്ചെങ്കിൽ ഇതിനെന്തോ ഒരു പ്രത്യേകതയില്ലേ? ആമേൻ. പിന്നീട് പത്രോസ് എഴുന്നേറ്റ് നിന്ന് വചനം ശുശ്രൂഷിച്ചപ്പോൾ ആ നാവിനെ ദൈവം പടവാളാക്കി മാറ്റിയില്ലേ? ഇന്ന് രാത്രി അന്യഭാഷ പറയുന്നേ, ആമേൻ. മൈക്ക് മ്യൂട്ട് ആയിക്കൊള്ളട്ടെ. നിങ്ങളുടെ റൂമിനകത്ത് ദൈവശക്തി ഇറങ്ങട്ടെ. ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പലരുടെ മേലും ദൈവം തൻ്റെ ശക്തിയെ പകർന്നുകൊണ്ടിരിക്കുകയാ. ഇത് അന്ത്യകാലഘട്ടമാണ്. പിശാചിന് അല്പസമയം മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നുകൊണ്ട് താൻ പലരെ വീഴ്ത്തുവാൻ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിനൊരു അർജൻസി ഉണ്ട്. സഭയിലേക്ക് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഇറങ്ങിയ പരിശുദ്ധാത്മാവ് ഇന്നു രാത്രി നിങ്ങളുടെ ഭവനങ്ങളുടെ മേലിറങ്ങുന്നു. നിങ്ങളുടെ നിങ്ങളുടെ ശരീരങ്ങളുടെ മേൽ ഇറങ്ങുന്നു. അന്തരാത്മാവിനെ കത്തിച്ചുകൊണ്ട് ഇന്ന് രാത്രി പിടിച്ചു നിർത്താൻ ആരെങ്കിലും ഇന്ന് വിധേയപ്പെടുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിനോട് കൂടെ നടക്കാന്, പരിശുദ്ധാത്മാവിനോട് കൂടെ ചലിക്കാന്, പരിശുദ്ധാത്മാവ് തരുന്നത് ഉച്ചരിക്കാന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മളെ നിറയ്ക്കും. ഓ റബ ശബ്ദന. അമേൻ. അല്ല, അന്യഭാഷ കൊതിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ട്, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഐ എൻകറേജ് യു, നിങ്ങൾ അടുത്ത ആത്മമണ്ഡലത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുതിയൊരു അന്യഭാഷ ദൈവം നിങ്ങളുടെ നാവിൽ തന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അടുത്ത ആത്മമണ്ഡലത്തിൽ ദൈവം നിങ്ങളെ കയറ്റി. നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് നിശ്ചയമായിട്ടും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് നിശ്ചയമായിട്ടും. ഹാലലൂയ, താങ്ക് യു. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയട്ടെ. എൻ്റെ അനുജനെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ നിർത്തുവാകട്ടെ 1 മിനിറ്റ്. ഹാലലൂയ. എൻ്റെ അനിയനെ എയർപോർട്ടിൽ ഞാൻ കൊണ്ടുവിട്ടു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടോ 2-ാമത്തെ പ്രാവശ്യം എങ്ങാണ്ട് ഗൾഫിൽ ജോലിക്ക് പോകുക. ഹി വാസ് എ ബാച്ചിലർ അറ്റ് ദാറ്റ് ടൈം. എൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഹേമിപ്പിച്ചത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോൾ അവിടെ ഇരുന്ന മനുഷ്യൻ പറഞ്ഞു, നിന്നെ വിടാൻ പറ്റത്തില്ല, നിനക്ക് ആ പേപ്പറില്ല, നിനക്ക് ഈ പേപ്പറില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ പുറത്തേക്ക് ഇറക്കി വിട്ടു. വളരെ നിരാശനായിട്ട് അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എന്നെ ഇവർ കയറ്റി വിടുന്നില്ല. ആ മനുഷ്യൻ എന്തോ ഹല്ലേലൂയ ഭയങ്കര ദേഷ്യത്തോടെ എന്നോട് സംസാരിക്കുന്നു. എന്നോട് ഭയങ്കര വൈരാഗ്യമുള്ളതുപോലെ വളരെ നാളുകളായി വൈരാഗ്യബുദ്ധി, വൈരാഗ്യത്തിലിരിക്കുന്ന വ്യക്തികൾ സംസാരിക്കുന്ന പോലെ. പക്ഷെ എൻ്റെ പേപ്പറുകളെല്ലാം ക്ലിയറാ. അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാനപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഞാനൊരു കടയുടെ തിണ്ണയിലേക്ക് ഇറങ്ങി. രാത്രി 1:30 മണിക്ക് ഓ റബ ശക്തന ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, നീ എൻ്റെ അനുജന് വേണ്ടി തുറന്ന വഴിയാ. അറിയാതെ ഞാൻ ഏതൊക്കെയോ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. അതെനിക്കിപ്പോഴും ഞാൻ ആ ഭാഷ ഇതുവരെ പിന്നെ സംസാരിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലായി ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. ഏതോ ഭയങ്കര സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ആമേൻ. ഷഖതറ ഹതുനി. ഞാൻ ആത്മാവിൽ ഇന്നു രാത്രി ഞാൻ അനുഭവിച്ചവനായോണ്ട് പറയാം. ചില അന്യഭാഷകൾ വഴി തുറക്കുന്ന അന്യഭാഷയാ കേട്ടോ. ചിലയിടത്തെ പോരാട്ടങ്ങളെ അഴിച്ചു മാറ്റുന്ന അന്യഭാഷയാ. ദൈവമക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ നാവിലൂടെ ചില കെട്ടുകളെ അഴിക്കും. ഓ റീബ ഷഖതറ മഹന്ദുര്യബാലഗസിയാന. താങ്ക് യു ജീസസ്. ഞാൻ ആ ഫോണിൽ എൻ്റെ അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ നീ ഇനിയൊന്നും ചെല്ലടാ ആ കൗണ്ടറിലോട്ട്. ആമേൻ. അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ അത്ഭുതം നടന്നു. ആ കൗണ്ടറിൽ വേറെ ആളായിരിക്കുന്നത്, വേറെ ആൾ. വിത്തിൻ മിനിറ്റുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവൻ പെട്ടെന്ന് തന്നെ സീൽ ചെയ്ത് അവനോട് ഒരു കാര്യം പോലും ചോദിക്കാതെ ചിരിച്ചുകൊണ്ട് അവനെ കയറ്റിവിട്ടു. ദൈവമക്കളെ, എനിക്ക് മനസ്സിലായി. ഇന്ന് രാത്രി നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ തലമുറകൾക്ക് വിരോധമായി, നിങ്ങളുടെ
ആമേൻ ഭാവിക്ക് വിരോധമായി, ആമേൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വിരോധമായി, ശുശ്രൂഷയുടെ വളർച്ചയ്ക്ക് വിരോധമായി അന്ധകാരങ്ങൾ കെട്ടിയ കെട്ടുകൾ നിങ്ങളുടെ നാവ് കൊണ്ട് ദൈവം അഴിപ്പിക്കും. യെസ് ലോർഡ്. ചിലപ്പോൾ അവർ സംസ്കൃതത്തിലോ അറബിയിലോ ഏതെങ്കിലും ഭാഷയിലായിരിക്കും കെട്ടിയത്. പക്ഷേ ആ കെട്ടിനെ നിങ്ങളുടെ നാവ് കൊണ്ട് ദൈവം അഴിപ്പിക്കും. മണിക്കൂറുകൾ ഇരുന്ന് യേശുവിൻ്റെ നാമത്തിൽ മണിക്കൂറുകൾ ഇരുന്ന് അവൻ മെനക്കെട്ട് കെട്ടിയതിനെ നിന്റെ ഒറ്റ അന്യഭാഷയ്ക്കകത്ത് സ്വർഗം ഉരുക്കിക്കളയും. ഞാൻ അനുഭവിക്കുന്നവനായോണ്ടാ പറഞ്ഞത്. യേശുവിൻ്റെ നാമത്തിൽ ദേശാധിപതി ശക്തികൾ മുഴുവൻ നിനക്ക് ചുറ്റും നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുന്ന നിന്നെ പിശാചിന് ഭയമാണ്. He trembles before you. He trembles before you. അതുകൊണ്ടാണ് ചിലരെ കളിയാക്കാനായിട്ട് പിശാച് നിന്റെ മുന്നിൽ കൊണ്ട് നിർത്തുന്നത്. അന്യഭാഷയെ കളിയാക്കുന്നവരെ ശപിക്കരുത് കേട്ടോ. അന്യഭാഷയെ കളിയാക്കുന്നവരോട് നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി. കർത്താവേ, let them taste this. Let them taste the power of the Holy Spirit. ഇന്ന് രാത്രി ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവേ, എൻ്റെ നാവിൻ്റെ മേൽ അതിനെ ഒന്ന് പകർന്നാട്ടെ. കുഞ്ഞുങ്ങളെ, ആരെങ്കിലും യൗവനക്കാർ ആരെങ്കിലും ഈ ഒരു അനുഭവത്തെ, വേദപുസ്തകത്തിൻ്റെ നഗ്നമായ സത്യത്തെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, ഇത്രയും കണ്ടക്ഷോഭം ഞാൻ ചെയ്തത്, ഇത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇതൊരു വചന സത്യം നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ലെറ്റ് മീ പ്രേ ഫോർ യു പീപ്പിൾ ഓഫ് ഗോഡ്. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക വചനത്തിനായി സ്തോത്രം. ആരെയും മുറിപ്പെടുത്താനല്ലപ്പാ, ദൈവ വചനത്തിൻ്റെ ബോധ്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് രാത്രി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആ വാഞ്ചയെ പകർന്നതിനായി സ്തോത്രം. വില കൊടുത്തതിനെ പ്രാപിക്കാൻ, ദൈവസനിൽ താണിരുന്ന് അതിനെ പ്രാപിക്കാൻ കർത്താവെ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഗ്നസ് ഓസ്മാനെ പോലെ, ഭാരതത്തിൽ പണ്ഡിത രമാഭായിയെ പോലെ അനേക നവോത്ഥാന നേതാക്കന്മാർ, ഭാരതത്തെ ഇളക്കി മറിക്കുന്ന നവോത്ഥാന നേതാക്കന്മാർ യേശുവിൻ നാമത്തിൽ ഈ പ്രെയർ ലൈനിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. മണിക്കൂറുകൾ ദൈവസനിൽ ഇടതടവിടാതെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ആത്മീയ പ്രാർത്ഥന പോരാളികൾ യേശുവിൻ നാമത്തിൽ ഇന്നു രാത്രി എഴുന്നേറ്റ് വരട്ടെ. കർത്താവെ, ഞാൻ ആ വാക്യം സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോയിട്ടും എന്നെ പിടിച്ചു കൊണ്ടുവന്ന് അങ്ങ് ഇത് പറയിപ്പിച്ചെങ്കിൽ ആരുടെ മേലോ ഇന്ന് രാത്രി തീ വീഴുന്നത് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. അന്യഭാഷയിൽ അല്പസമയം ദൈവമക്കൾ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ റബ ശംതല ധീര ഘടകമനഗസ്യാന ജീവരേ ഹസ്ത റീബ പ്രൗഡാന ഹസേരമം ദുരാദന. ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുവാൻ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കത്താൽ ആത്മാവിൽ ഹല്ലേലൂയ റുബ ശഖതരബ സന്ദരബദരഗസ്യാന രക്തത്താലും വചനത്താലും ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഐ റിക്വസ്റ്റ് യു പീപ്പിൾ ഓഫ് ഗോഡ്, നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും കണ്ടിന്യൂവസ് ആയിട്ട് നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. യു വിൽ സീ വിഷൻസ്. നിങ്ങൾ ദർശനങ്ങളെ കാണും. നിങ്ങളുടെ അന്തരാത്മാവിൽ നിങ്ങൾ ദൈവ ശബ്ദം കേൾക്കും. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ പിടഞ്ഞ് എഴുന്നേക്കും. ക്ഷീണങ്ങൾ മാറും, ആത്മീയ ഡ്രൈനസ് മാറും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ആത്മാർത്ഥത കൊണ്ടാകട്ടോ ചില വാക്കുകളൊക്കെ ഞാൻ പറയുന്നത്. നിങ്ങൾ ആരും എന്നോട് പിണങ്ങത്തില്ലെന്ന് എനിക്കറിയാം. ഐ ലവ് യു ഓൾ. മേ ഗോഡ് ബ്ലസ് യു ത്രൂ ദിസ് വേർഡ്. നാളെ വന്നാട്ടെ. നാളെ പരിശുദ്ധം എന്ന് പറയുകയാണെങ്കിൽ ഈ ടോപ്പിക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ അടുത്ത വാക്യങ്ങളിലേക്ക് പോകും. പത്രോസിൻ്റെ പ്രസംഗമാണ് അടുത്ത നാം പഠിക്കാനായി പോകുന്നത്. നാളെ പിന്നെയും പരിശുദ്ധാത്മാവിൽ എന്നോട് പറയുക, നീ അന്യഭാഷയെ പറ്റി പഠിപ്പിക്കാൻ പറഞ്ഞ ഐ ആം സോ ഹാപ്പി. ഞാൻ പരിശുദ്ധാത്മാവിൽ വിധേയപ്പെട്ടു കൊടുക്കും. കർത്താവ് നിങ്ങളെല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.